ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വചനം 2. അൽഹംദു തുതി മുഴുവനും, ലില്ലാഹി അല്ലാഹുവിനാകുന്നു, റബ്ബി രക്ഷിതാവ്, യജമാനൻ പരിപാലകൻ, അൽ ആലമീൻ ലോകരുടെ ലോകങ്ങളുടെയെല്ലാം. സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അർ റഹ്മാനിർ റഹീം. വചനം 3. അർ റഹ്മാൻ പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവൻ. മാലികി യൗമിദ്ദീൻ. വചനം 4. മാലിക്കി ഉടമസ്ഥൻ, യൗമി ദിവസത്തിന്റെ, അദ്ദീൻ പ്രതിഫലത്തിന്റെ, നിയമ നടപടിയുടെ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വചനം 5. ഇയ്യാക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വചനം 6. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ, മാർഗദർശനം നൽകണമേ, അസ്വിറാത്ത പാതയിൽ, അൽ മുസ്തഖീം നേരെയുള്ള ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വചനം 7. സിറാത്ത പാത, അല്ലദീന യാതൊരു കൂട്ടരുടെ, അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവർക്ക് അവരുടെ മേൽ, ഗൈരി ഒഴികെയുള്ള അല്ലാത്ത, അൽ മഗ്ലൂബി കോപിക്കപ്പെട്ടവർ കോപബാധിതർ, അലൈഹിം അവരുടെ മേൽ അവരോട്, വലദ്ദാല്ലീൻ വഴിപിഴച്ചവർ അല്ലാത്തവരും. അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ, അതെ കോപവിധേയരല്ലാത്തവരും വഴിപിഴച്ചവരല്ലാത്തവരുമായവരുടെ പാതയിൽ. ഈ സൂറത്തിന്റെ അവസാനത്തിൽ ആമീൻ എന്ന് ചൊല്ലേണ്ടതാകുന്നു. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നർത്ഥം. കൂടുതൽ വിവരം ഇനി വിശദീകരിക്കുന്നുണ്ട്. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണെന്ന അഭിപ്രായക്കാർ 6ഉം 7ഉം വചനങ്ങൾ കൂടി 7ാമത്തെ വചനമായി എണ്ണിവരുന്നു. ആകെ 7 വചനങ്ങളാണുള്ളത് എന്നതിൽ ഭിന്നിപ്പില്ല. അല്ലാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെയും സ്രഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനനും ഉടമസ്ഥനുമായ ആ ഏക മഹാശക്തിയെ മാത്രം കുറിക്കുന്ന ഒരു സംജ്ഞാനാമമത്രേ അത്. അവന്റെ തിരുനാമങ്ങളായി ഖുർആനിലോ മറ്റു വേദങ്ങളിലോ പ്രവാചക വാക്യങ്ങളിലോ വന്നിട്ടുള്ള എല്ലാ നാമങ്ങളും അവന്റെ ഓരോ തരത്തിലുള്ള മഹൽ ഗുണങ്ങളെ എടുത്തുകാട്ടുന്ന വിശേഷണങ്ങളായിരിക്കും. അല്ലാഹു എന്നുള്ള പേർ അവനല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഉപയോഗിക്കപ്പെടാവുന്നതുമല്ല. ആരാധിക്കപ്പെടുന്ന വസ്തു അഥവാ ദൈവം എന്ന അർത്ഥത്തിൽ സദാ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇലാഹ്. ഈ 2 വാക്കുകളും തമ്മിൽ അക്ഷരത്തിലും അർത്ഥത്തിലും സാമാന്യം യോജിപ്പുണ്ടെന്നതിനെ മുൻനിർത്തി ഇലാഹ് എന്ന പദത്തിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചതാണ് അല്ലാഹു എന്ന പദമെന്ന് പലരും പ്രസ്താവിക്കുന്നു. ഇതനുസരിച്ച് ആ സംജ്ഞാനാമത്തിന്റെ അർത്ഥം സാക്ഷാൽ ദൈവം അഥവാ ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥ അർഹതയുള്ളവൻ എന്നായിരിക്കുന്നതാണ്. അല്ലാഹു അഅലം. ഖുർആൻ പാരായണം അടക്കമുള്ള എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നതിനെയും ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ബിസ്മികൾ അതത് സൂറത്തുകളിൽപ്പെട്ട ആയത്തുകളാണോ എന്നതിനെയും സംബന്ധിച്ച് നാം മുമ്പ് ചിലതെല്ലാം പ്രസ്താവിച്ചുവല്ലോ.
ഇവിടെ ഒരു സംശയത്തിന് അവകാശമുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, അവനാണത് അവതരിപ്പിച്ചതും. എന്നിരിക്കെ അവൻ അവന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിലടങ്ങിയ യുക്തിരഹസ്യം എന്താണ്? ഇതാണ് ആ സംശയം. ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങൾ നാം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, മുകളിൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് സൂചന നൽകുക, നല്ല ആരംഭത്തിന്റെ പ്രായോഗിക രൂപം കാണിച്ചു തരിക മുതലായവയത്രേ അതിലടങ്ങിയ രഹസ്യം. മനുഷ്യൻ ചെയ്യേണ്ടുന്നതെല്ലാം പഠിപ്പിക്കുകയാണല്ലോ ഖുർആനിന്റെ അവതരണോദ്ദേശം. ഒരു നല്ല ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ അതിന്റെ തുടക്കം നന്നായിരിക്കേണ്ടതിന്റെ ആവശ്യകത പറയേണ്ടതില്ല. എന്നിരിക്കെ ഏത് ഗ്രന്ഥത്തെക്കാളും എല്ലാ നിലക്കും ഉന്നത സ്ഥാനം അർഹിക്കുന്ന ഖുർആനിന്റെ തുടക്കം മറ്റെല്ലാറ്റിനെയും കാൾ നന്നായിരിക്കണമല്ലോ. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ പരം ഉത്തമമായ ആരംഭം വേറെ ഏതാണുള്ളത്? അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിന്റെ പ്രാധാന്യവും അതിലടങ്ങിയ യുക്തിയും മനസ്സിലാക്കുവാൻ പോരുന്ന രണ്ട് നാമവിശേഷണങ്ങളാണ് അർ-റഹ്മാനും അർ-റഹീമും. ചെറുതോ വലുതോ, പ്രത്യക്ഷമോ പരോക്ഷമോ, പ്രത്യേകമായതോ പൊതുവെയുള്ളതോ, ഐഹികമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവായ പരമകാരുണ്യകൻ എന്ന് അർ-റഹ്മാനിനും, നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മഹാനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്ന് അർ-റഹീമിനും വിവക്ഷ നൽകപ്പെടുന്നു. കാരുണ്യത്തിന്റെയും കൃപാകടാക്ഷത്തിന്റെയും പരമകേന്ദ്രമെന്ന പോലെ അധികാരത്തിന്റെയും ന്യായാധിപത്യത്തിന്റെയും പരമകേന്ദ്രവും തന്നെയാണ് അല്ലാഹു. അവൻ പറയുന്നു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ അടിയാന്മാർക്ക് വിവരമറിയിക്കുക, ഞാൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമെന്നും എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും. സൂറത്തുൽ ഹിജ്ർ 49-ാം അധ്യായം 50-ാമത്തെ വചനം. പക്ഷേ അവന്റെ കാരുണ്യക്കനിവ് അവന്റെ കോപത്തെ കവിഞ്ഞു നിൽക്കുന്നു. സത്യനിഷേധത്തിലും തോന്നിയവാസത്തിലും ഒഴുകിയ ധിക്കാരികൾ പോലും അവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സദാ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടത്രേ. സൂറത്തു അഅറാഫിൽ അല്ലാഹു പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ. എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. ഇതേ വാക്യത്തിന്റെ തുടർച്ചയായി ഇങ്ങനെയും പറയുന്നു, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഞാൻ അതിനെ രേഖപ്പെടുത്തി വച്ചേക്കുന്നതാണ്. അഅറാഫ് 156-ാമത്തെ വചനം. ഈ രണ്ടു വാക്യങ്ങളിൽ ഒന്നാമത്തേതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ-റഹ്മാൻ എന്നും രണ്ടാമത്തേതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ-റഹീം എന്നും പറയാം. ഈ രണ്ട് നാമവിശേഷണങ്ങളാൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ഒരാൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തനിക്ക് അതുവരെ അവനിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു സ്മരണയും മേലിൽ അവനിൽ നിന്ന് തനിക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരപേക്ഷയും അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായി കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച ഒരു നബിവചനത്തിന്റെ സാരം ഇപ്രകാരമാണ്: അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി അവന്റെ അർശിനുമീതെ അവന്റെ അടുക്കൽ വച്ചിരിക്കുന്നു, നിശ്ചയമായും എൻ കാരുണ്യം കോപത്തെ മുൻകടന്നിരിക്കുന്നു. അവർ രണ്ടുപേരും ഉദ്ധരിച്ച വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ സാരം ഇപ്രകാരമാകുന്നു: അള്ളാഹുവിന്റെ കാരുണ്യം 100 ഭാഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ലോകത്ത് ജിന്ന്, മനുഷ്യൻ, മൃഗം തുടങ്ങിയ എല്ലാ ജീവികൾക്കുമിടയിൽ അവൻ അവതരിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ കരുണയും ദയയും കാണിക്കുന്നത് അതുകൊണ്ടത്രേ. ദുഷ്ടമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ. ബാക്കി 99 ഭാഗവും ഖിയാമത്ത് നാളിൽ തന്റെ അടിയാന്മാർക്ക് കരുണ ചെയ്യുവാനായി അവൻ കരുതി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലം! അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നാണല്ലോ ആദ്യത്തെ വചനം. സ്തുതികീർത്തനങ്ങളുടെ ഏത് വകുപ്പ് പരിശോധിച്ചാലും ശരി, സ്തുതി ഏത് കാര്യത്തിന്റെ പേരിലായാലും ശരി, യഥാർത്ഥത്തിൽ ആ സ്തുതിക്കുള്ള കാരണകർത്താവും ആ കാര്യത്തിന്റെ ഉത്ഭവ കേന്ദ്രവും അള്ളാഹുവായിരിക്കുമെന്ന് കാണാം. ഉദാഹരണമായി, ഒരാളെ അയാളുടെ ഔദാര്യത്തിന്റെ പേരിൽ നാം സ്തുതിക്കുന്നുവെന്ന് വിചാരിക്കുക.
അയാളെ സൃഷ്ടിച്ചത്, ഉദാരശീലനാക്കിയത്, ഔദാര്യം ചെയ്യാനുള്ള വക അയാൾക്ക് നൽകിയത്, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമാറാക്കിയത്, അത് അയാളുടെ സൽക്കരമായി അംഗീകരിക്കുന്നത് എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങളുടെ കർത്താവ് അല്ലാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ എല്ലാ സ്തുതികർമ്മങ്ങളുടെയും അർഹൻ യഥാർത്ഥത്തിൽ അവൻ തന്നെ. ഒരാൾ തന്റെ ഉദ്ദേശമനുസരിച്ച് ചെയ്യുന്ന സൽക്കാര്യങ്ങളെ മുൻനിർത്തി അയാളെ പ്രശംസിക്കുക എന്നാണ് ഹംദ് അഥവാ സ്തുതി കൊണ്ട് വിവക്ഷ. അതിൽ അൽ എന്ന അവ്യയം ചേർന്നപ്പോൾ സ്തുതിയുടെ ഇനത്തിൽപ്പെട്ടതെല്ലാം അതിലുൾപ്പെടുന്നു. അതുകൊണ്ടാണ് അൽ ഹംദ് എന്ന വാക്കിന് സർവസ്തുതിയും സ്തുതി മുഴുവനും എന്നൊക്കെ അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. കുറിപ്പ്: ഇംഗ്ലീഷിലെ ദി എന്ന അവ്യയത്തിലെ സ്ഥാനമാണ് അറബിയിലെ അൽ എന്ന അവ്യയത്തിനുള്ളത്. മലയാളത്തിൽ ഇതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാക്കുകളില്ല. ഒരു നക്കിറ അഥവാ സാമാന്യനാമത്തിൽ അൽ ചേരുമ്പോൾ അതിന്റെ സാമാന്യത്വം നീങ്ങി അതൊരു പ്രത്യേകാർത്ഥമുള്ളതായിത്തീരുന്നു. ഉദാഹരണം: കലം എന്നാൽ ഏതെങ്കിലും ഒരു പേനയും, അൽ കലം എന്നാൽ ഒരു പ്രത്യേക പേനയോ പേനയുടെ വർഗമോ ആയിരിക്കും ഉദ്ദേശ്യം. കൂടുതൽ വിവരം ഭാഷാ സാഹിത്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നറിയേണ്ടതാകുന്നു. സ്വന്തം ഉദ്ദേശപ്രകാരമല്ലാതെയുണ്ടാകുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി പുകഴ്ത്തിപ്പറയുന്നതിന് ഹംദ് അഥവാ സ്തുതി എന്ന് പറയാറില്ല. അതിന് മദ്ഹ് അഥവാ പ്രശംസ എന്നാണ് പറയപ്പെടുക. ഈ വാക്കാകട്ടെ ഉദ്ദേശപൂർവവും അല്ലാതെയും ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഉദാഹരണം: ജ്ഞാനം, പരസഹായം, ഭയഭക്തി, കൃത്യനിഷ്ഠ ആദിയായ ഗുണങ്ങളെപ്പറ്റി പുകഴ്ത്തുന്നതിന് ഹംദ് അഥവാ സ്തുതി എന്നും മദ്ഹ് അഥവാ പ്രശംസ എന്നും പറയാം. എന്നാൽ സൗന്ദര്യം, ശബ്ദഗുണം, ശരീരവടിവ് പോലെയുള്ളവയെപ്പറ്റി പുകഴ്ത്തുന്നതിന് മദ്ഹ് അഥവാ പ്രശംസ എന്നല്ലാതെ ഹംദ് അഥവാ സ്തുതി എന്ന് പറയാറില്ല. ഒരാളിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഉപകാരത്തിന്റെ പേരിൽ അയാളെ പ്രശംസിക്കുന്നതിന് ശുക്ർ അഥവാ നന്ദി എന്ന് പറയപ്പെടുന്നു. നന്ദിയാകട്ടെ വാഗ്മൂലം മാത്രമല്ല, മനസ്സുകൊണ്ടും പ്രവൃത്തി മുഖേനയും പ്രകടിപ്പിക്കാവുന്നതുമാണ്. മേൽ വിവരിച്ചതിൽ നിന്ന് ഈ മൂന്ന് വാക്കുകളും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ യോജിപ്പും ചില സന്ദർഭങ്ങളിൽ വിയോജിപ്പും ഉണ്ടാവാമെന്ന് മനസ്സിലാക്കാമല്ലോ. യോജിപ്പിന്റെ വശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പദങ്ങളെയും ചിലർ പര്യായ പദങ്ങൾ എന്നോണം ഉപയോഗിച്ചു കാണുന്നത്. ഈ ഉപയോഗം ചിലപ്പോൾ ആശയക്കുഴപ്പത്തിന് കാരണമാകാറുള്ളതുകൊണ്ടാണ് ഈ വാക്കുകളെക്കുറിച്ച് ഇത്രയും വിവരിച്ചത്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ പോരുന്ന അവന്റെ ചില ഉത്കൃഷ്ട ഗുണവിശേഷങ്ങളാണ് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ്, അർ റഹ്മാൻ, പരമകാരുണികൻ, അർ റഹീം, കരുണാനിധി, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ, ഇവയാണത്. ഈ ഓരോ വിശേഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള സാരങ്ങളുടെ വൈപുല്യം ആലോചിക്കുന്ന പക്ഷം സ്തുതി മുഴുവനും അള്ളാഹുവിനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ്, പരിപാലകൻ, വളർത്തുന്നവൻ, യജമാനൻ എന്നിങ്ങനെയും ഉടമസ്ഥൻ, കൈകാര്യം നടത്തുന്നവൻ എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ അർത്ഥത്തിലും അവൻ റബ്ബു തന്നെ. ലോകം എന്നർത്ഥമായ ആലമിന്റെ ബഹുവചനമാണ് ആലമീൻ. ഈ ബഹുവചന രൂപം ബുദ്ധിജീവികളിലാണ് സാധാരണ ഉപയോഗിക്കപ്പെടാറെങ്കിലും ബുദ്ധിജീവികളെന്നോ മറ്റു ജീവികളെന്നോ നിർജീവ വസ്തുക്കളെന്നോ വ്യത്യാസം കൂടാതെ അഖില ലോകങ്ങളുടെ റബ്ബ് എന്നത്രേ റബ്ബുൽ ആലമീൻ കൊണ്ട് വിവക്ഷ. മൂസ അലൈഹിസ്സലാം നബിയും ഹാറൂൻ അലൈഹിസ്സലാം നബിയും ഫിർഔന്റെ അടുക്കൽ ചെന്ന് ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീന്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് റബ്ബുൽ ആലമീൻ? ഇതിന് മൂസ അലൈഹിസ്സലാം നൽകിയ മറുപടി റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിൽ ഉള്ളവയുടെയും റബ്ബ് എന്നായിരുന്നു. ശുഅറാ 16, 23, 24. അർ റഹ്മാൻ, അർ റഹീം, പരമകാരുണികൻ, കരുണാനിധി എന്നിവയെപ്പറ്റി ബിസ്മിയുടെ വ്യാഖ്യാനത്തിൽ വിവരിച്ചു കഴിഞ്ഞു. ബിസ്മി ഈ സൂറത്തിലെ ഒരു ആയത്താണെന്ന അഭിപ്രായം സ്വീകരിച്ചാലും ഈ രണ്ട് തിരുനാമങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചത് കേവലം ഒരു ആലങ്കാരികമായ ഉദ്ദേശത്തിലൊന്നുമല്ല. അള്ളാഹുവിന്റെ നാമത്തിൽ ഖുർആൻ പാരായണം ആരംഭിക്കുന്നതിലടങ്ങിയ തത്വങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ബിസ്മിയിൽ ആ വിശേഷണങ്ങൾ. ഇവിടെയാകട്ടെ സ്തുതികീർത്തനങ്ങളെല്ലാം എന്തുകൊണ്ട് അള്ളാഹുവിന് അവകാശപ്പെട്ടതായി എന്നുള്ളതിന്റെ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടുന്ന ഗുണവിശേഷങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ കാരുണ്യത്തിനുള്ള സ്ഥാനം കൂടി എടുത്തു കാണിച്ചിരിക്കുകയാണ്. റഹ്മാൻ, റഹീം എന്നീ രണ്ടു രൂപങ്ങളും അള്ളാഹുവിന്റെ അതിരറ്റ കാരുണ്യത്തെ പ്രകാശിപ്പിക്കുന്നവയാണെങ്കിലും റഹ്മാൻ എന്ന രൂപമാണ് കാരുണ്യത്തിന്റെ അതിവിശാലതയെ കൂടുതൽ ദ്യോതിപ്പിക്കുന്നത്.
റഹ്മാൻ എന്ന് അള്ളാഹുവിനെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ഉപയോഗിക്കപ്പെടാറില്ല. അള്ളാഹു എന്ന സംജ്ഞാനാമത്തെ കഴിച്ചാൽ പിന്നെ അവന്റെ നാമവിശേഷണങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഇതര നാമങ്ങളിൽ വെച്ച് കൂടുതൽ സ്ഥാനം ഖുർആനിൽ കൽപ്പിക്കപ്പെട്ടു കാണുന്നതും റഹ്മാൻ എന്ന നാമത്തിനാകുന്നു. അള്ളാഹു എന്ന നാമം പോലെ മറ്റു വിശേഷണങ്ങളൊന്നും കൂടാതെ അർ-റഹ്മാൻ എന്ന നാമവും അള്ളാഹുവിന് ഉപയോഗിക്കപ്പെട്ടു കാണാം. ഇസ്രാ 110, സൂറത്തു റഹ്മാൻ 1, ഫുർഖാൻ 59 മുതലായവയും വ്യാഖ്യാനവും നോക്കുക. അതുകൊണ്ടാണ് നാമമായോ വിശേഷണമായോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും റഹ്മാൻ എന്ന് ഉപയോഗിക്കുവാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ കാലത്ത് യമാമയിൽ പ്രവാചകനായി അഭിനയിക്കുകയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത മുസൈലിമത്തുൽ കദ്ദാബിനെ അഥവാ കള്ളപ്രവാചകനായ മുസൈലിമയെക്കുറിച്ചല്ലാതെ റഹ്മാൻ എന്ന് പറയപ്പെട്ടതായി ചരിത്രമില്ല. അതും യമാമയിലെ റഹ്മാൻ റഹ്മാനുൽ യമാമ എന്ന ഉപാധിയോടുകൂടിയായിരുന്നു. കുറിപ്പ്: അബ്ദുറഹ്മാൻ എന്നതിന്റെ സ്ഥാനത്ത് എ റഹ്മാൻ പോലെയുള്ള പ്രയോഗം നന്നല്ല. അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന നാമവിശേഷണങ്ങളെല്ലാം തന്നെ സൃഷ്ടികളുടെ പേരായി ഉപയോഗിക്കുന്നത് സൂക്ഷിക്കേണ്ടതാകുന്നു. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള അനാദരവായിരിക്കുന്നതാണ്. അടുത്ത വിശേഷണമായി പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണല്ലോ. ദീൻ എന്ന പദത്തിനാണ് ഇവിടെ പ്രതിഫലം എന്നർത്ഥം കൊടുത്തത്. കൂടാതെ മതം, നടപടിക്രമം, ആചാരം, വിചാരണ, നിയമനടപടി, അനുസരണം, പതിവ് എന്നിങ്ങനെ സന്ദർഭമനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരും. സൃഷ്ടികളുടെ സകല കർമ്മങ്ങളെയും സംബന്ധിച്ച് വിചാരണ നടത്തി തീരുമാനമെടുക്കുകയും ഓരോരുത്തനും തക്ക പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ആ മഹാദിനമായ ഖിയാമത്തുനാളാണ് പ്രതിഫല ദിവസം കൊണ്ട് വിവക്ഷ. മാലിക്കി എന്നതിന്റെ സ്ഥാനത്ത് മലിക്കി എന്നും വായനയുണ്ട്. കുറിപ്പ്: ഇതുപോലെ ഖുർആനിൽ ചില സ്ഥലത്ത് കാണപ്പെടുന്ന വായനാ വ്യത്യാസങ്ങളെപ്പറ്റി മുഖവുരയിൽ വിവരിച്ചിട്ടുള്ളത് നോക്കുക. പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നായിരിക്കും അപ്പോൾ വാക്തം. രണ്ടായാലും ആ ദിവസത്തിലെ സർവാധിപതിയും ഏകാധിപതിയും അള്ളാഹു മാത്രമായിരിക്കുമെന്ന് താൽപര്യം. പ്രതിഫലത്തിന്റെ ദിവസമെന്നാൽ എന്താണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സൂറത്തുൽ ഇൻഫിത്വാറിൽ അള്ളാഹു പറയുന്നു: യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമ ഇദിൻ ലില്ലാ. സാരം: ഒരാൾക്കും തന്നെ മറ്റൊരാൾക്കും വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. അന്ന് കാര്യം അഥവാ അധികാരം അള്ളാഹുവിനായിരിക്കും. സൂറത്തുൽ ഇൻഫിത്വാർ 19. കേവലം 3 ചെറുവാക്യങ്ങളിലായി എടുത്തുകാണിച്ച ഈ 4 വിശേഷണങ്ങളിൽ ഓരോന്നും ദ്യോതിപ്പിക്കുന്ന അർത്ഥസാരങ്ങളുടെ അഗാധതയും വൈപുല്യവും മനസ്സിരുത്തുന്നവൻ എല്ലാ സ്തുതികീർത്തനങ്ങൾക്കും യഥാർത്ഥത്തിൽ അർഹനായുള്ളവൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് തികച്ചും ബോധ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ഈ 4 ഉത്കൃഷ്ട ഗുണങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു അടിയാൻ അവന് സ്തുതികീർത്തനം ചെയ്യുമ്പോൾ തന്റെ മുമ്പിലും തന്റെ സമീപത്തും അള്ളാഹു സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പ്രതീതി ആ അടിയാന്റെ മനസ്സിൽ പ്രകടമാകുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവൻ പറയുകയാണ്: ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ അഥവാ ഞാനും എന്നെപ്പോലെയുള്ള സത്യവിശ്വാസികളെല്ലാവരും ആരാധിക്കുന്നു. നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതെ, മേൽ പ്രസ്താവിച്ച അത്യുത്കൃഷ്ട ഗുണങ്ങൾ കൂടിയവൻ നീയല്ലാതെ ആരുമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനകളും സഹായാർത്ഥനകളും നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുകയുള്ളൂവെന്ന് ഞങ്ങളിതാ ഉറപ്പിച്ചു പറയുന്നു എന്ന് താൽപര്യം. നഅ്ബുദു എന്ന ക്രിയയുടെ മൂലധാതുവായ ഇബാദത്തിന്റെ വിവർത്തനമായിട്ടാണ് ആരാധന എന്ന വാക്ക് നാം ഉപയോഗിച്ചിരിക്കുന്നത്. നസ്തഈൻ എന്ന ക്രിയയുടെ മൂലധാതുവായ ഇസ്തിആനത്തിന്റെ വിവർത്തനമായി സഹായം തേടുക എന്നും ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും മൗലിക പ്രധാനമായ വിഷയം തൗഹീദ് അഥവാ ഏകദൈവ സിദ്ധാന്തം ആണല്ലോ. തൗഹീദിന്റെ കാതലവശമത്രേ ആരാധനയിലും സഹായാർത്ഥനയിലുമുള്ള തൗഹീദ്. എന്നാൽ പിൽക്കാല മുസ്ലിങ്ങൾക്കിടയിൽ വളരെയേറെ തെറ്റുധാരണയും വ്യതിയാനവും വന്നുപോയിട്ടുള്ള വിഷയവും അതാണ്. അങ്ങനെ തൗഹീദിന്റെ അടിത്തറക്കു തന്നെയും കോട്ടം തട്ടിക്കുന്ന എത്രയോ അന്ധവിശ്വാസങ്ങളും ആശയാദർശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സമുദായമധ്യേ കടന്നുകൂടിയിരിക്കുന്നു. ഒരു പൂർണ്ണമായ ശുദ്ധീകരണത്തിന് സാധ്യമാകാത്ത വിധം സമുദായത്തിൽ അവ വേരൂന്നിക്കഴിഞ്ഞിരിക്കുകയാണ്. മആദല്ലാ, അള്ളാഹുവിൽ ശരണം. നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ ഇബാദത്ത് എന്ന പദത്തിന് പല അർത്ഥങ്ങളും കാണാം. അനുസരണം, പുണ്യകർമ്മം, കീഴ്പ്പെടൽ, ഭക്തിയർപ്പിക്കൽ, വഴിപാട്, താഴ്മ പ്രകടിപ്പിക്കൽ എന്നിങ്ങനെയും വണക്കം, ആരാധന, പൂജ, സേവ, പ്രീതിപ്പെടുത്തൽ എന്നിങ്ങനെയും അർത്ഥങ്ങൾ കാണും.
ഈ അർത്ഥങ്ങളിലെല്ലാം തന്നെ വിനയത്തിന്റെയും താഴ്മയുടെയും അംശം അന്തർഭവിച്ചു കാണാം. എന്നാൽ ശറഇന്റെ അഥവാ മതത്തിന്റെ സാങ്കേതികാർത്ഥത്തിലുള്ള അതിന്റെ ഉദ്ദേശം ശരിക്കും വ്യക്തമാക്കുന്ന ഒറ്റവാക്ക് മലയാളത്തിൽ കാണുകയില്ല. ഉള്ളവയിൽ വെച്ച് കൂടുതൽ അനുയോജ്യമായതെന്ന നിലക്ക് ആരാധന എന്ന് പരക്കെ അതിന് വിവർത്തനം നൽകപ്പെട്ടു വരുന്നു. അഖ്സാ ഗായത്തി തദല്ലുലി വൽ ഖുശൂ, താഴ്മയുടെയും ഭക്തിബഹുമാനത്തിന്റെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടുവരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകിവരുന്ന നിർവചനം അതാണ്. ഭാഷാപരമായും മതപരവുമായുള്ള അതിന്റെ അർത്ഥങ്ങളെപ്പറ്റി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: والعبادة في اللغة من الذلة يقال طريق معبد وبعير معبد أي مذلل، وفي الشرع عبارة عما يجمع كمال المحبة والخضوع والخوف. ഭാഷയിൽ ഇബാദത്ത് എന്നാൽ നിന്ദ്യതയിൽ അഥവാ താഴ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. മുഅബ്ബദായ വഴി എന്നും മുഅബ്ബദായ ഒട്ടകം എന്നും പറയപ്പെടാറുണ്ട്. അതായത് മുദല്ലലായ അഥവാ അധികമായി ഉപയോഗിച്ച് ഒതുക്കവും പാകതയും വരുത്തപ്പെട്ടത് എന്നർത്ഥം. ശറഇലാകട്ടെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഭയത്തിന്റെയും പൂർണ്ണതയെ ഒരുമിച്ച് കൂട്ടുന്ന അഥവാ ഒത്തക്കുന്ന കാര്യത്തിന് പറയപ്പെടുന്ന വാക്കാണത്. താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും മാത്രമല്ല, സ്നേഹത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും കൂടിയാണ് ഇബാദത്ത് രൂപം കൊള്ളുന്നതെന്നത്രേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴേ താഴ്മയും ഭക്തിബഹുമാനവും അങ്ങേ അറ്റത്തേതാകുകയുള്ളൂ എന്നാണ് അതിന്റെ സൂചന. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവരുടെ ആരാധ്യവസ്തുക്കളെ അത്യധികം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൽ നിന്നാണ് അവയോടുള്ള താഴ്മയും ഭക്തിയും ഉടലെടുക്കുന്നതും. സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഏതെങ്കിലും അദൃശ്യശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തിബഹുമാനത്തിന്റെയും പ്രകടനമാണ് ഇബാദത്താകുന്ന ആരാധന. സയ്യിദ് റഷീദുർ-റിള മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അധികശക്തിയോ അക്രമമോ ഭയന്നോ വല്ല കാര്യലാഭവും പ്രതീക്ഷിച്ചോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അതെത്ര വമ്പിച്ചതായാലും അതിനൊന്നും ഇബാദത്ത് എന്ന് പറയപ്പെടാറില്ല. കാരണം അവയൊന്നും അദൃശ്യമായ ഒരു കഴിവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതല്ല. സ്നേഹത്തിന്റെയും ഭയഭക്തിയുടെയും സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്തിന്റെ ഉത്ഭവമെന്ന് വരുമ്പോൾ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ കൽപ്പനാനിർദ്ദേശമനുസരിച്ചോ അറിവോടും തൃപ്തിയോടും കൂടിയോ ഉണ്ടാകുന്ന പ്രകടനങ്ങളെ ഇബാദത്താകുകയുള്ളൂവെന്നില്ലെന്ന് വ്യക്തമാണ്. അത്രയുമല്ല, ചിലപ്പോൾ ആരാധ്യന്റെ ഉപദേശനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലും അതുണ്ടാവാം. മരണപ്പെട്ടുപോയ മഹാത്മാക്കൾക്ക് പലരും ഇബാദത്ത് ചെയ്തു വരുന്നുണ്ട്. ആ മഹാത്മാക്കൾ അതറിയുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യുന്നില്ല. ഈസാ അലൈഹിസ്സലാം നബിക്ക് ക്രിസ്ത്യാനികൾ ഇബാദത്ത് ചെയ്യുന്നു. അതദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന തൗഹീദിന് ഘടകവിരുദ്ധവുമാണത്. വിഗ്രഹങ്ങളാണെങ്കിൽ തങ്ങളുടെ ആരാധകരെപ്പറ്റിയോ ആരാധനയെപ്പറ്റിയോ അറിയുവാനുള്ള ഗ്രഹണശക്തി പോലും അവക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹം, ബഹുമാനം, ഭയം, ഭക്തി, താഴ്മ, വിനയം, അദൃശ്യമായ കഴിവിലുള്ള വിശ്വാസം ആദിയായവയുടെ സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്ത് ഉരുത്തിരിയുന്നത്. അല്ലാഹു പറയുന്നു: وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. മനുഷ്യരിലുണ്ട് ചിലർ, അവർ അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്നു. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അല്ലാഹുവിനോട് ഏറ്റവും ശക്തിമത്തായ സ്നേഹമുള്ളവരായിരിക്കും. അൽ ബഖറ 165. വീണ്ടും പറയുന്നു: قُلْ إِن كُنتُمْ تُحِبُّونَ اللَّهَ فَاتَّبِعُونِي يُحْبِبْكُمُ اللَّهُ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَاللَّهُ غَفُورٌ رَحِيمٌ. പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ.
എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യുന്നതാണ്. ആല ഇംറാൻ 31. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറയുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹുവിന് പുറമെയുള്ളവരെക്കുറിച്ച് അവർ നിന്നെ ഭയപ്പെടുത്തുന്നു. സൂറത്തു സുമൂർ 36. സത്യവിശ്വാസികളോടായി പറയുന്നു, വഖാഫൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ ഭയപ്പെടുവീൻ. ആല ഇംറാൻ 175. ഈ അടുത്ത കാലം വരെ മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിക വിജ്ഞാന സാഹിത്യങ്ങളിലും ഇബാദത്തിന് പൊതുവെ അംഗീകരിക്കപ്പെട്ടുവന്ന മേൽക്കണ്ട അർത്ഥവിവരണങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ ചില കക്ഷികൾ അതിന് അനുസരണം എന്നും മറ്റുമൊക്കെ അർത്ഥം കൽപ്പിക്കുകയും തദടിസ്ഥാനത്തിൽ അവരുടേതായ പല പുതിയ വാദഗതികളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പൊതുവെ അറിയാവുന്നതാണല്ലോ. ആ അർത്ഥത്തെപ്പറ്റിയും അതിലടങ്ങിയ വൈകല്യങ്ങളെപ്പറ്റിയും ഇവിടെ ഒരു ചർച്ചയ്ക്ക് മുതിരുന്നില്ല. മുതിരുന്ന പക്ഷം അത് കുറെ ദീർഘിച്ചു പോകും. പല പണ്ഡിതന്മാരും ഗ്രന്ഥകർത്താക്കളും അതിനെ ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സത്യാന്വേഷികൾക്ക് കാര്യം ഗ്രഹിക്കുവാൻ മുകളിൽ വിവരിച്ചതുകൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇബാദത്തിന് അർത്ഥം പറയുമ്പോൾ ചില പണ്ഡിതന്മാർ അറബിയിൽ അതിന് ത്വാഅത്ത് എന്ന് പറഞ്ഞു കാണും. ഈ വാക്കിന് അനുസരണം എന്ന അർത്ഥമുണ്ട് താനും. ഇതാണ് ഇക്കൂട്ടർ അതിന് എടുത്തു കാണിക്കാറുള്ള ഒരു പ്രധാന തെളിവ്. വാസ്തവത്തിൽ കൽപ്പന അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല അവർ അത് ഉപയോഗിക്കാറുള്ളത്. പുണ്യപ്പെട്ട കാര്യം അഥവാ സ്വമേധയാ ചെയ്യുന്ന സൽക്കർമ്മം എന്ന അർത്ഥത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത്. കൽപ്പന അനുസരിക്കുക അല്ലെങ്കിൽ നിയമം അനുസരിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോൾ അതിന്റെ ക്രിയാരൂപം അത്വാഅ എന്നായിരിക്കും. പുണ്യം ചെയ്യുകയെന്നും സ്വമേധയാ നല്ല കാര്യം ചെയ്യുകയെന്നും അർത്ഥമാകുമ്പോൾ ക്രിയ തതവ്വഅ എന്നായിരിക്കും ഉപയോഗിക്കുക പതിവ്. ഐച്ഛികമായ സുന്നത്ത് നമസ്കാരം പോലെയുള്ള നിർബന്ധമല്ലാത്ത പുണ്യകർമ്മം ചെയ്യുക എന്നാണ് അതിന്റെ സുപരിചിതമായ അർത്ഥമെന്ന് ഇമാം റാഗിബ് റഹിമഹുല്ല പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഖാമൂസ് എന്ന പ്രസിദ്ധ നിഘണ്ടുവിൽ അതിന്റെ കർത്താവ് ഫൈറൂസാബാദി റഹിമഹുല്ലയും പറഞ്ഞു കാണാം. 2:15 2:184 കാണാവുന്നതുപോലെ തതവ്വഅ ഖൈറൻ എന്ന് പറയുമ്പോൾ നിർബന്ധമല്ലാത്ത നല്ല കാര്യം സ്വമേധയാ ചെയ്തു എന്നല്ലാതെ നല്ലതായ അനുസരണം അനുസരിച്ചു എന്ന് അർത്ഥം വരുന്നതല്ല. ആരും അങ്ങനെ പറയാറുമില്ല. ഖുർആന്റെ വാക്കർത്ഥങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടതും എല്ലാവരും അംഗീകരിച്ചു വരുന്നതുമായ വിലപ്പെട്ട ഒരു നിഘണ്ടുവാണ് ഇമാം റാഗിബ് റഹിമഹുല്ലയുടെ അൽ മുഫ്രദാത്ത്. അതിൽ അദ്ദേഹം പറയുന്നു, അൽ ഉബൂദിയ്യ ഇൽഹാറു തദല്ലുലി വൽ ഇബാദത്തു അബ്ലഗ് ലിഅന്നഹ ഗായത്തു തദല്ലുൽ വലാ യസ്തഹിഖുഹാ ഇല്ലാ മൻ ലഹു ഗായത്തുൽ അഫ്ദാൽ വഹുവ അല്ലാഹു തആല വലിഹാദാ ഖാല ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഉബൂദിയത്ത് അടിമത്വം എന്നാൽ താഴ്മ പ്രകടിപ്പിക്കലാണ്. ഇബാദത്ത് അതിനേക്കാൾ ശക്തിയേറിയതാണ്. കാരണം അത് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കലാണ്. അങ്ങേയറ്റ അനുഗ്രഹം ചെയ്യുവാൻ കഴിവുള്ളവനല്ലാതെ അതിന് അവകാശമില്ല. അത് അല്ലാഹുവാണ് താനും. അതുകൊണ്ടാണ് അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നതും. ഇതിൽ നിന്ന് ഇബാദത്തും ഉബൂദിയത്തും അൽ ഇബാദ വൽ ഉബൂദിയ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകുന്നു. അതായത് ഉബൂദിയത്തിനേക്കാൾ പ്രത്യേകമായതും ഉബൂദിയത്തിനേക്കാൾ ശക്തമായതും അഖസ്സു മിൻഹാ വ അബ്ലഗ് ആയ ഒന്നാണ് ഇബാദത്ത്. മാത്രമല്ല അബദ എന്ന ക്രിയക്കു മാത്രമേ ഇബാദത്ത് എന്ന ധാതുരൂപം വരികയുള്ളൂ. ഉബൂദിയത്ത് ആകട്ടെ അബദ അബൂദ മധ്യത്തിലെ അക്ഷരത്തിന് അകാരമായും ഉകാരമായും എന്നീ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുരൂപമായി വരികയും ചെയ്യും. അബദയുടെ ധാതുവാകുമ്പോൾ അതിനും ഇബാദത്തിന്റെ അർത്ഥം തന്നെയായിരിക്കും. അപ്പോൾ അത് സകർമ്മക രൂപത്തിലുള്ളതും അഥവാ മുതഅദ്ദി ആയിരിക്കും. അബുദയുടേതാകുമ്പോൾ അടിമത്വം എന്നുമായിരിക്കും അർത്ഥം. ഇപ്പോൾ ആ ക്രിയ അകർമ്മക ക്രിയയും അഥവാ ലാസിമും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അബദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. അബുദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും അടിമത്വം അഥവാ അടിമയായിരിക്കൽ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു.
ഉബൂദിയത്ത് ആകട്ടെ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി വരുന്നതുകൊണ്ട് ആരാധന എന്നും അടിമത്വം എന്നുമുള്ള അർത്ഥങ്ങളിലും വരും. ഈ വ്യത്യാസങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതിരിക്കുകയോ ഗൗനിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്കിന് ഭാഷാർത്ഥങ്ങൾ പറയുമ്പോൾ അടിമത്വം, അടിമവേല, അടിമവൃത്തി എന്നുമൊക്കെ അർത്ഥം പറയപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ ഉബൂദിയത്തിനല്ലാതെ ഇബാദത്തിന് അങ്ങനെ ഭാഷയിലും അർത്ഥമില്ല. അങ്ങേയറ്റത്തെ സ്നേഹ ബഹുമാനത്തിനും ഭയഭക്തിക്കും അർഹനായുള്ള ഏക മഹാശക്തി അല്ലാഹു മാത്രമാണെന്ന് മേൽ പ്രസ്താവിച്ച 4 ഗുണവിശേഷണങ്ങളിൽ നിന്നും സ്പഷ്ടമായല്ലോ. അതിനെ തുടർന്ന് ആരാധനയ്ക്കും സഹായാർത്ഥനയ്ക്കും യഥാർത്ഥത്തിൽ അർഹനായുള്ളവൻ നീ ഒരുവനേയുള്ളൂവെന്ന് ഏറ്റുപറയലും മറ്റാരുടെ മുമ്പിലും അതു രണ്ടും ഞങ്ങൾ സമർപ്പിക്കുകയില്ലെന്ന പ്രതിജ്ഞയുമാണ് ഈ 4-ാം വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമസ്കാരത്തിലും നമസ്കാരത്തിനു പുറത്തുമായി ഓരോ സത്യവിശ്വാസിയും പല പ്രാവശ്യം ഇതാവർത്തിച്ചു പറയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സ്തുതി കീർത്തനമായി ആരംഭിക്കുകയും അവനോടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയായി അവസാനിക്കുകയും ചെയ്യുന്ന, അതെ, സൂറത്തുൽ ഹംദ് എന്നും സൂറത്തു ദുആ എന്നും കൂടി പറയപ്പെടുന്ന ഈ അധ്യായത്തിൽ ആ രണ്ടിനുമിടക്ക് വെച്ച് അവന്റെ അടിയാൻ അവനെ അഭിമുഖീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഈ പ്രതിജ്ഞ എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് ആലോചിച്ചു നോക്കുക. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്വകാര്യ സംഭാഷണത്തിന്റെ അഥവാ കൂടിക്കാഴ്ചയുടെ അധ്യായം സൂറത്തുൽ മുനാജാത്ത് എന്നുകൂടി ഈ സൂറത്തിനു പേർ പറയപ്പെട്ടിരിക്കുന്നത്. ഇനി വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന വാക്യത്തെക്കുറിച്ചാണ് ചിലത് മനസ്സിലാക്കുവാനുള്ളത്. ഏതെല്ലാം കാര്യങ്ങളിലുള്ള സഹായത്തിനാണ് അർത്ഥിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് ഏതെല്ലാം കാര്യത്തിൽ സഹായത്തിന് ആവശ്യമായിരിക്കുമോ അതിലെല്ലാം സഹായമർത്ഥിക്കുന്നു എന്ന് വെക്കുവാനാണ് ന്യായം. സാഹിത്യശാസ്ത്രത്തിൽ അഥവാ ഇൽമുൽ ബലാഗയിൽ അംഗീകരിക്കപ്പെട്ട പൊതുതത്വമാണിത്. മിക്കവാറും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായവും ഇതുതന്നെ. ഇതിന്റെ തൊട്ടുമുമ്പ് വാക്യത്തിൽ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കൊണ്ട് ആരാധനാകർമ്മങ്ങൾ യഥാവിധി സ്വീകരിക്കുവാനുള്ള സഹായാർത്ഥന ഇതിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തീർച്ചയായും പറയാം. മനുഷ്യന്റെ കടമകളിൽ വെച്ച് പരമപ്രധാനമായ കടമയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണല്ലോ. അത് വേണ്ടതുപോലെ നിറവേറ്റുവാനുള്ള ശേഷിയും ഭാഗ്യവും സാഹചര്യവുമെല്ലാം അള്ളാഹുവിൽ നിന്നു തന്നെ ലഭിക്കേണ്ടതുമുണ്ട്. പക്ഷേ അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നത് പോലെ അതിനുവേണ്ടി മാത്രമുള്ള സഹായാർത്ഥനയാണെന്ന് വെച്ച് അതിനെ പരിമിതപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. ഐഹികം, പാരത്രികം, മതപരം, ലൗകികം എന്നിങ്ങനെയുള്ള തരവ്യത്യാസം കൂടാതെ സകല കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാകുന്നു. സാധാരണഗതിയിൽ സ്വന്തം കഴിവിലോ മനുഷ്യ കഴിവിലോ പെട്ടതായി കരുതപ്പെടുന്ന കാര്യങ്ങളും ഇതിൽ നിന്നൊഴിവല്ല തന്നെ. ഒരു ഉദാഹരണം കൊണ്ട് ഇത് മനസ്സിലാക്കാം. എഴുത്തും വായനയും അറിയുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതുവാൻ ഒറ്റ നോട്ടത്തിൽ ഒരു പേന, അല്പം മഷി, ഒരു കടലാ കഷ്ണം ഇത്രയേ വേണ്ടൂ. അല്പം ആലോചിച്ചു നോക്കൂ. ആ പേന കയ്യിലെടുക്കുവാൻ, അത് പിടിച്ചെഴുതുവാൻ, ഉദ്ദിഷ്ട കാര്യങ്ങൾ മനസ്സിൽ തോന്നുവാൻ, അതിനുള്ള വാക്കുകൾ ഓർമ്മ വരുവാൻ, അവ പിഴക്കാതെ രേഖപ്പെടുത്തുവാൻ, അങ്ങനെ പലതും അയാൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് തടസ്സം നേരിടുമാറുള്ള കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കേണ്ടതുമുണ്ട്. കൈക്ക് ഒരു വിറയിൽ, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടം എന്നിങ്ങനെ ഓർക്കാപ്പുറത്ത് നേരിടാവുന്ന എത്രയെത്ര കാര്യങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കണം. ആലോചിച്ചു നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യം ചുറ്റുപാടും അള്ളാഹുവിൽ നിന്നു തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും. അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനി ശിർക്കും കൂടിയാണ് താനും. അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ. ഈ യാഥാർത്ഥ്യം ഓർമ്മിച്ചുകൊണ്ടും ആ വാക്യത്തെപ്പറ്റി വീണ്ടും ഒന്ന് ആലോചിച്ചു നോക്കുക. വേണ്ടപ്പെട്ടതും നല്ലതുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സഹായാർത്ഥനയാണ് അതെന്ന് പറയുന്നതിന്റെ ഔചിത്യം അപ്പോൾ ബോധ്യമാകുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇവിടെ പ്രസ്താവ്യമാകുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെയുണ്ടായിരുന്ന അവസരത്തിൽ അവിടുന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു:
ഹേ കുട്ടി, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക, എന്നാൽ അവൻ നിന്നെ കാക്കും. നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക, എന്നാൽ അവനെ നിനക്ക് മുമ്പിൽ കണ്ടെത്താം. നീ വല്ലതും ചോദിക്കുന്നതായാൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ വല്ലതിലും സഹായമർത്ഥിക്കുന്നതായാൽ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക. നീ അറിഞ്ഞേക്കണം, നിനക്ക് വല്ല ഉപകാരവും ചെയ്യുവാൻ സമുദായം ഒത്തൊരുമിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒരു ഉപകാരവും അവർ നിനക്കു ചെയ്യുകയില്ല. നിനക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ അവർ ഒത്തൊരുമിച്ചാലും അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചു വെച്ചതല്ലാതെ അവർ നിനക്ക് ഉപദ്രവം ചെയ്യുകയുമില്ല. തിർമിദി. ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യകരമായതിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവീൻ. മാഇദ 2. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യങ്ങളിലും പരസ്പരം സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം. ഇത് തെറ്റല്ലെന്നു മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനൈനി അലൈഹിസ്സലാം പോലും യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഈനൂനി ബിഖുവ, ശക്തി നൽകി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതായും അവർ ഇരുമ്പുകട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം അർത്ഥിക്കുന്നത് കേവലം നിരർത്ഥമാണെന്ന് മാത്രമല്ല, അത് ശിർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാകുന്നു. ഈ സൂറത്തിന്റെ പാരായണം നടക്കുന്നത് പലപ്പോഴും ഒന്നിലധികം പേരുള്ള സംഘത്തിൽ വെച്ചാവാമെങ്കിലും ചിലപ്പോഴെല്ലാം ഒരാൾ ഒറ്റയ്ക്കായിക്കൊണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങളെ വഴി ചേർക്കണം എന്നൊക്കെ ബഹുവചന രൂപത്തിൽ പ്രയോഗിക്കുന്നതിന്റെ രഹസ്യമെന്തെന്നു സംശയിക്കപ്പെട്ടേക്കാം. സത്യവിശ്വാസികളെല്ലാം ഒരേ ആദർശത്തിലും ലക്ഷ്യത്തിലും നിലകൊള്ളുന്നവരും ഓരോ വ്യക്തിയും സമുദായത്തിന്റെ പൊതുനന്മയിലും വിജയത്തിലും പങ്കും താൽപര്യവും ഉണ്ടായിരിക്കേണ്ടവരുമാണെന്നത്രേ അത് ധ്വനിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നും നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്നും അള്ളാഹു പറയുന്നു. പരസ്പരം കരുണയും സ്നേഹവും ദയയും കാണിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരേ ശരീരം പോലെയാണ് അഥവാ ആയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും പറയുന്നു. ബുഖാരി, മുസ്ലിം. ഓരോ വ്യക്തിയും സ്വന്തം കാര്യത്തിൽ മാത്രം താൽപര്യം പുലർത്തിയാൽ പോരാ, ഏക മനസ്സോടെ കൂട്ടായ താൽപര്യവും സംഘടിതമായ ഉത്തരവാദിത്ത ബോധവും ഉള്ളവരായിരിക്കണമെന്നാണല്ലോ ഇതിന്റെയൊക്കെ താൽപര്യം. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുവെന്നും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂവെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ അടിയാന്മാർ പ്രതിജ്ഞയെടുക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന് ഒരു ചോദ്യത്തിന് സ്ഥാനമുണ്ടല്ലോ. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ വഴി ചേർക്കണമേ എന്ന പ്രാർത്ഥന. ഞങ്ങൾ നിന്നിൽ നിന്നും അർത്ഥിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. ഈ അനുഗ്രഹം നീ ഞങ്ങൾക്ക് കനിഞ്ഞേകുന്ന പക്ഷം ഞങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം സഫലീകൃതമായി തീർന്നുകൊള്ളും എന്ന് സാരം. ഹദ എന്ന ക്രിയയുടെ ആജ്ഞാരൂപം അഥവാ അമ്ർ ആണ് ഇഹ്ദി. ആജ്ഞക്കും അപേക്ഷക്കും ഉപദേശത്തിനുമൊക്കെ ഒരേ രൂപം തന്നെയാണ് അറബിയിലുള്ളത്. ഇതിന്റെ ധാതുരൂപങ്ങളാണ് ഹിദായത്തും ഹുദായും. സൗമ്യമായി അറിയിക്കുക, മാർഗദർശനം നൽകുക, വഴികാട്ടുക, വഴിയിൽ ചേർക്കുക, നിർദ്ദേശം നൽകുക എന്നൊക്കെയാണ് ഈ രണ്ടിനും നിഘണ്ടുക്കളിൽ അർത്ഥം നൽകപ്പെട്ടിരിക്കുന്നത്. സന്മാർഗം അഥവാ നേർവഴി എന്ന അർത്ഥത്തിലും അവ ഉപയോഗിക്കുക പതിവാണ്. നല്ല കാര്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിലാണ് ഈ ധാതുവിൽ നിന്നുള്ള പദങ്ങൾ അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവയുടെ വിപരീതാർത്ഥങ്ങളിൽ വരുന്ന പദങ്ങളാണ് വലാൽ, വലാലത്ത് എന്നീ പദങ്ങൾ. അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇതര രൂപങ്ങളും. മാർഗദർശനം നൽകുക അഥവാ വഴികാട്ടുക എന്ന അർത്ഥത്തിലും സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും ഖുർആനിൽ ഹിദായത്ത് ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ടർത്ഥവും വേർതിരിച്ചു മനസ്സിലാകാത്ത പക്ഷം
ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം നേരിട്ടേക്കും. ഒന്നാമത്തെ അർത്ഥത്തിന് ഉദാഹരണമാണ് വഅമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ അവർക്ക് നാം മാർഗദർശനം നൽകി, എന്നിട്ടവർ നേർമാർഗത്തേക്കാൾ അന്ധതയോട് ഇഷ്ടം കാണിക്കുകയാണ് ചെയ്തത് എന്ന സൂറത്തു ഹാമീം സജദ 17-ാമത്തെ വചനം. അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കി കഴിഞ്ഞ ശേഷം അവരത് ഉപേക്ഷിച്ചുവെന്നല്ല, പ്രവാചകൻ മുഖേനയും മറ്റും സന്മാർഗം ഉപദേശിച്ചു കൊടുത്തിട്ടും അത് വകവെക്കാതെ അന്ധതയിൽ അഥവാ ദുർമാർഗത്തിൽ മുഴുകയാണ് അവർ ചെയ്തതെന്നത്രേ ഉദ്ദേശം. രണ്ടാമത്തെ അർത്ഥത്തിന് ഉദാഹരണം ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല, എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു എന്ന സൂറത്തു ഖസസ് 56-ാമത്തെ വചനം. എല്ലാവർക്കും നേർമാർഗം കാണിച്ചു കൊടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യം. നേർമാർഗത്തിലാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമല്ല, അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് എന്ന് സാരം. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിദായത്ത് അഥവാ മാർഗദർശനം ലഭിക്കുന്നത് ഏതെങ്കിലും പ്രകാരത്തിലാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം അത് നിങ്ങൾക്ക് കണക്കാക്കാവതല്ല. എങ്കിലും ഇമാം ബൈളാവി, ഇമാം റാഗിബ് റഹിമഹുല്ല മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിങ്ങനെ ഭാഗിക്കാം. ഒന്ന്, ജീവിതാവശ്യങ്ങൾ നിറവേറ്റത്തക്കവണ്ണം വിശേഷബുദ്ധി, ബാഹ്യേന്ദ്രിയങ്ങൾ, ആന്തരേന്ദ്രിയങ്ങൾ മുതലായവ നൽകി അനുഗ്രഹിക്കുക വഴി ലഭിക്കുന്നത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുവിനും അതതിന്റെ സൃഷ്ടി നൽകുകയും പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തവനത്രേ നമ്മുടെ റബ്ബ് എന്ന വചനം ഇതിലേക്കാണ് ചൂണ്ടുന്നത്. രണ്ട്, സത്യാസത്യങ്ങളും നന്മ തിന്മകളും തിരിച്ചറിയുവാനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകുക വഴി ലഭിക്കുന്നത്. വഹദൈനാഹുൻ നജ്ദൈൻ. അവന് അഥവാ മനുഷ്യന് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങളെ നാം കാട്ടിക്കൊടുത്തു എന്ന വചനം ഈ ഇനത്തെ സൂചിപ്പിക്കുന്നു. മൂന്ന്, പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മുഖേന ലഭിക്കുന്നത്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. അവരെ മുമ്പ് പ്രസ്താവിച്ച പ്രവാചകന്മാരെ നാം നമ്മുടെ കൽപ്പനപ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വചനം ഇത് ചൂണ്ടിക്കാട്ടുന്നു. 4, സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക സഹായമാകുന്ന തൗഫീഖ് മൂലം ലഭിക്കുന്നത്. വല്ലദീന ഹ്തദൗ സാദഹും ഹുദാ. സന്മാർഗം പ്രാപിച്ചവർക്ക് അവൻ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നും വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വിഷയത്തിൽ സമരം നടത്തുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ ചേർക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞത് ഈ ഇനത്തിൽപ്പെട്ട ഹിദായത്താകുന്നു. 5, പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ നൽകുന്നതു മുഖേനയുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെട്ടവരെപ്പറ്റി സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും. വഴിയെ അവൻ അവരെ വഴി ചേർക്കുകയും അവരുടെ സ്ഥിതി നന്നാക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഈ ഇനത്തിനും ഉദാഹരണമാകുന്നു. അവിശ്വാസികൾക്കും ദുർമാർഗികൾക്കും ഹിദായത്ത് ലഭിക്കുകയില്ലെന്ന് അള്ളാഹു പ്രസ്താവിക്കാറുള്ളത് ഇവയിൽ 4-ാമത്തേതും 5-ാമത്തേതുമായ ഹിദായത്തുകളെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയോ മറ്റോ ഹിദായത്ത് നൽകുന്നതല്ല എന്ന് പറയുമ്പോൾ അതിൽ 1-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ഹിദായത്തുകൾ ഉൾപ്പെടുന്നു. ഈ 3ഉം അള്ളാഹുവിൽ നിന്ന് മാത്രം സിദ്ധിക്കുന്നവയാകുന്നു. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ഹിദായത്തുകൾ സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും നൽകപ്പെടുന്നവയാണ്. ഇവിടെ ഹിദായത്തുകളുള്ള ഉദ്ദേശം മേൽ വിവരിച്ച എല്ലാ ഇനങ്ങളുമായിരിക്കാമെങ്കിലും 4ഉം 5ഉം ഇനങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. ഭാഷാപരമായി നോക്കുമ്പോൾ ഹുദായും ഹിദായത്തും ഒരുപോലെയാണെങ്കിലും രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ടെന്നും അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഹിദായത്തിനെ ഉദ്ദേശിച്ചാണ് ഖുർആനിൽ ഹുദ എന്ന് പറയാറുള്ളതെന്നും ഇമാം റാഗിബ് റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്. പറയുക, നിശ്ചയമായും ഹുദ അള്ളാഹുവിന്റെ ഹുദയാകുന്നു. 3-ാമത്തെ അധ്യായം 73-ാമത്തെ വചനം. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ.
പറയുക, നിശ്ചയമായും അള്ളാഹുവിന്റെ ഹുദയാണ് ഹുദ. സൂറത്തുൽ ബഖറ 120 വചനം പോലെയുള്ള വചനങ്ങൾ അദ്ദേഹം തെളിവായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഹിദായത്തിന്റെ വിവരണത്തിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ കാണാം. പലതും തത്വത്തിൽ യോജിക്കുമെങ്കിലും ചിലത് വിമർശന വിധേയങ്ങളോ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നതോ ആയിരിക്കും. ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസ്താവനകളിലാണ് ഈ ദോഷം കൂടുതൽ പ്രകടമാകുന്നത്. ഈ ഖുർആൻ വചനത്തിന് ചിലർ നൽകുന്ന വ്യാഖ്യാനം കാണുമ്പോൾ ഹിദായത്തിന്റെ അതിപ്രധാനമായ പല വശങ്ങളും അവർക്ക് ചിന്താവിഷയമേ അല്ല എന്ന് തോന്നിപ്പോകും. ഇങ്ങനെയുള്ള ചില വസ്തുതകളെ പരിഗണിച്ചാണ് ഈ വിഷയം ഇവിടെ കുറച്ചൊന്ന് വിശദീകരിക്കേണ്ടി വന്നത്. ഖുർആനിൽ ഹിദായത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന പല സന്ദർഭങ്ങളിലും ഈ വിശദീകരണം ഓർമ്മയിലുണ്ടായിരിക്കുന്നത് പ്രയോജനകരമായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വിഷയത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി തന്നെയാണ് ഇമാം റാഗിബ് റഹിമഹുല്ല തന്റെ ഖുർആൻ നിഘണ്ടുവിൽ ഹിദായത്തിന്റെ വിവരണത്തിനായി കുറെ പേജുകൾ വിനിയോഗിച്ചിരിക്കുന്നതും. അറബി അറിയാവുന്നവരും താൽപര്യമുള്ളവരും ആ പേജുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചൊവ്വായ പാത അഥവാ വളവും വക്രതയുമില്ലാത്ത വഴി അസ്സിറാത്തുൽ മുസ്തഖീം കൊണ്ട് വിവക്ഷിക്കപ്പെട്ടതെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ സാമാന്യം മനസ്സിലാക്കാവുന്നതാണ്. എന്നാലും വിശദീകരണത്തിൽ വ്യാഖ്യാതാക്കൾ പലരും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ ബാഹ്യത്തിൽ അവ വ്യത്യസ്തങ്ങളായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവയെല്ലാം ഒരേ ആശയത്തിൽ നിന്ന് കലാശിക്കുന്നവയാകുന്നു. അതായത് അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചു തന്ന മാർഗം എന്നതിൽ ആ പ്രസ്താവനകളെല്ലാം എത്തിച്ചേരുന്നു. ഈ വസ്തുത ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ലയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പലരുടെയും വ്യാഖ്യാനങ്ങൾ ഉദ്ധരിച്ച ശേഷം എല്ലാ വ്യാഖ്യാനത്തിലും വെച്ച് നല്ല വ്യാഖ്യാനം ഇതാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ, നീ തൃപ്തിപ്പെട്ടവരും നിന്റെ അടിയാന്മാരിൽ നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുമായ ആളുകൾക്ക് നീ തൗഫീഖ് ചെയ്ത് സാധിപ്പിച്ചു കൊടുത്ത വാക്കുകളിലും പ്രവർത്തികളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്നാണ് ഉദ്ദേശ്യം. ഇപ്പറഞ്ഞതാണ് ചൊവ്വായ പാത. കാരണം സൂറത്തുന്നിസാ 69 പറഞ്ഞതുപോലെ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവർക്ക് തൗഫീഖ് ലഭിച്ച അക്കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ആർക്ക് തൗഫീഖ് ലഭിക്കുന്നുവോ അവർക്ക് ഇസ്ലാമിനെ ആചരിക്കുവാനും റസൂലുകളുടെ സത്യത അംഗീകരിക്കുവാനും വേദഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുവാനും അള്ളാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുവാനും വിരോധിച്ചതിനെ വർജിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും സജ്ജനങ്ങളുടെയും മാർഗം പിൻപറ്റുവാനും തീർച്ചയായും തൗഫീഖ് ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ചൊവ്വായ പാത. ചൊവ്വായ പാത കൊണ്ടുള്ള ഉദ്ദേശ്യം വിവരിക്കുന്നതിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ ഇബ്നു ജരീർ റഹിമഹുല്ല ഈ വിവരണത്തിൽ കൂട്ടിയിണക്കി സംയോജിപ്പിച്ചിരിക്കുന്നു. ചൊവ്വായ മാർഗം സ്വീകരിച്ചവരാണല്ലോ സത്യവിശ്വാസികൾ. എന്നിരിക്കെ തങ്ങൾക്ക് സിദ്ധിച്ചു കഴിഞ്ഞ ആ കാര്യത്തിനു വേണ്ടി നമസ്കാരങ്ങളിലും മറ്റും ഈ പ്രാർത്ഥന പിന്നെയും അവർ ആവർത്തിക്കുന്നത് എന്തിനാണ് എന്ന് സംശയിക്കാമല്ലോ. ഇതുപോലെയുള്ള ചില സംശയങ്ങൾ വേറെ ചില സന്ദർഭങ്ങളിലും ചിലർക്ക് തോന്നുവാൻ അവകാശമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഉപകരിക്കുന്ന ഒരു മറുപടി ഈ സംശയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ല ഇവിടെ നൽകിയിരിക്കുന്നു. അതിന്റെ സാരം ഇപ്രകാരമാണ്: സിദ്ധിച്ചു കഴിഞ്ഞ അതേ കാര്യം പിന്നെയും സിദ്ധിക്കുവാനല്ല ഈ പ്രാർത്ഥന. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് മനുഷ്യന് സദാസമയത്തും ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത്. അവന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോകാതെ സ്ഥിരചിത്തതയോടെ അതിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ അഭിവൃദ്ധിയും വളർച്ചയും ലഭിച്ചുകൊണ്ടിരിക്കുവാനും അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും സിദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ സ്വന്തം ദേഹത്തിനു പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ മനുഷ്യന് കഴിവില്ല. ആകയാൽ അള്ളാഹുവിന്റെ സഹായഹസ്തം എല്ലാ സമയത്തും തന്റെ നേരെ നീട്ടിക്കൊണ്ടിരിക്കുവാൻ അവനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണെന്ന് ഇതുമൂലം ഉണർത്തുന്നു. ഇക്കാരണത്താൽ തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും സത്യവിശ്വാസികളോട് അള്ളാഹു ഉപദേശിച്ചത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്ന് നീ കാരുണ്യം പ്രദാനം ചെയ്യുകയും വേണമേ. നിശ്ചയമായും നീ തന്നെയാണ് വലിയ ദാനക്കാരൻ. ആലു ഇമ്രാൻ 8. അസ്സിറാത്തുൽ മുസ്തഖീം
അഥവാ ചൊവ്വായ പാത കൊണ്ടുള്ള വിവക്ഷ എന്താണെന്നും അതിന്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശങ്ങൾ ഏതാണെന്നും ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവരുടെ പാത ഇതാണതിന്റെ ക്രിയാത്മക വശം. ഈ അനുഗ്രഹീതർ ആരാണെന്നും അവർ ചരിച്ച പാതയിലൂടെ ചരിക്കുവാൻ നാം എന്തു ചെയ്യേണ്ടതുണ്ടെന്നും മറ്റൊരു വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു, വമൻ യുത്ഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരോട് കൂടെയായിരിക്കും. അവർ വളരെ നല്ല സുഹൃത്തുക്കളാകുന്നു. ഇതിന്റെ ഒരു വിശദീകരണം തന്നെയാണ് അല്പം മുമ്പ് ഇബ്നു ജരീർ റഹിമഹുല്ലയുടെ ഉദ്ധരണിയിലൂടെ നാം വായിച്ചതും. ഈ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിൽ ബൈളാവി റഹിമഹുല്ല പ്രസ്താവിച്ച ചില പ്രസ്താവനകളുടെ രത്നച്ചുരുക്കം അറിയുന്നതും സന്ദർഭോചിതമായിരിക്കുമെന്ന് തോന്നുന്നു. അതിങ്ങനെ ഉദ്ധരിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹം കണക്കറ്റതാണെങ്കിലും അവയെ ഐഹികമെന്നും പാരത്രികമെന്നും രണ്ടായി ഭാഗിക്കാം. ഒന്നാമത്തേത് രണ്ട് വിധത്തിലുണ്ട്: ദൈവികമായി സിദ്ധിക്കുന്നതും പരിശ്രമം വഴി സിദ്ധിക്കുന്നതും. ദൈവികമായതിലും രണ്ടു വകയുണ്ട്: ആത്മീയവും ശാരീരികവും. ആത്മാവ്, വിശേഷബുദ്ധി, കാര്യഗ്രഹണശക്തി, ചിന്താശക്തി ആദിയായവ ആത്മീയങ്ങളത്രേ. ശരീരഘടന, ആകൃതി, ആരോഗ്യം, സൗന്ദര്യം ആദിയായവ ശാരീരികങ്ങളുമാകുന്നു. സൽസ്വഭാവം, യോഗ്യത, പാണ്ഡിത്യം, നേതൃത്വം, സംസ്കാരം, സമ്പത്ത്, സ്വാധീനം ആദിയായവയും ദുർഗുണങ്ങളിൽ നിന്ന് സംശുദ്ധമായിരിക്കലുമെല്ലാം അധ്വാനം വഴി സിദ്ധിക്കുന്ന അനുഗ്രഹങ്ങളാണ്. രണ്ടാമത്തേത് അഥവാ പാരത്രികമായ പാപം പൊറുക്കപ്പെടൽ, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കൽ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിൽ ശാശ്വത വിജയവും സ്വർഗീയ ജീവിതവും സിദ്ധിക്കൽ പോലെയുള്ള അനുഗ്രഹങ്ങളാകുന്നു. ഈ ഒടുവിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട അനുഗ്രഹങ്ങളും അവ ലഭിക്കുവാൻ സഹായകമായിത്തീരുന്ന മറ്റ് വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ പാതയുടെ നിഷേധാത്മക വശം ഇതാണ്: ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതായത് കോപവിധേയരും വഴിപിഴച്ചവരുമായ ആളുകൾ സ്വീകരിച്ചതല്ലാത്ത മാർഗം എന്ന് സാരം. എന്നാൽ കോപബാധിതരും വഴിപിഴച്ചവരും എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്നാണ് ഇനി ആലോചിക്കുവാനുള്ളത്. അഹ്മദ്, തുർമുദി, ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല മുതലായവർ ഉദ്ധരിച്ച ചില ഹദീസുകളിൽ കോപബാധിതർ കൊണ്ടുദ്ദേശം യഹൂദികളാണെന്നും വഴിപിഴച്ചവർ കൊണ്ടുദ്ദേശം നസ്രാനികളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വന്നിരിക്കുന്നു. സ്വഹാബികളിൽ നിന്നും അപ്രകാരം റിവായത്തുകൾ കാണാം. ഈ രണ്ട് വാക്കുകളുടെയും വ്യാഖ്യാനത്തിൽ ഇതല്ലാത്ത മറ്റൊരു വ്യാഖ്യാനവും ഉള്ളതായി എനിക്കറിഞ്ഞുകൂടാ എന്നുപോലും ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല പ്രസ്താവിച്ചതായി കാണുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഈ വ്യാഖ്യാനം നിലവിലിരിക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ ആരായേണ്ടതില്ലെന്ന് വ്യക്തമാണ്. എന്നാൽ കോപവിധേയർ യഹൂദികളും വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളുമാണെന്ന് വരുവാൻ കാരണമെന്താണെന്നും അള്ളാഹുവിന്റെ കോപത്തിനും വഴിപിഴവിനും കാരണമാക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗമെന്താണെന്നും നിശ്ചയമായും ആലോചിക്കേണ്ടതുണ്ട്. ചുരുക്കി വിവരിക്കുകയാണെങ്കിൽ ഇബ്നു കസീർ റഹിമഹുല്ല സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പറയാം: സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് അനുഗ്രഹീതരുടെ മാർഗം. സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരുത്താതെ പുറംതള്ളിക്കളയുകയാണ് കോപവിധേയരുടെ മാർഗം. സത്യം മനസ്സിലാക്കാതെ സത്യമാർഗം തെറ്റിപ്പോകുന്നതാണ് വഴിപിഴച്ചവരുടെ മാർഗം. യഹൂദികളെ ഉദ്ദേശിച്ച് കോപവിധേയരായവർ എന്ന് പറഞ്ഞത് അവർ അറിവുണ്ടായിട്ടും അതിനെതിര് പ്രവർത്തിച്ചതുകൊണ്ടാണെന്നും, ക്രിസ്ത്യാനികളെപ്പറ്റി വഴിപിഴച്ചവർ എന്നു പറഞ്ഞത് അവർ സത്യം അറിയാതെ പിഴച്ചതുകൊണ്ടാണെന്നും ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കോപവിധേയർ യഹൂദരും വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളും തന്നെ. എങ്കിലും ഇവരല്ലാത്തവരിലും കോപത്തിന് വിധേയരായവരും വഴിപിഴച്ചവരുമുണ്ട് എന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം മനഃപൂർവം അതിനെ പരിത്യജിക്കുന്നവരെപ്പറ്റി ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും എന്ന് സൂറത്തുൻ നഹൽ 106 ആയത്തിലും
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന അവിശ്വാസികളെപ്പറ്റി ഖദ് ളല്ലൂ ളലാലം ബഈദ, അവർ വിദൂരമായ വഴിവിഴവ് പിഴച്ചുപോയി എന്ന് സൂറത്തുന്നിസാ 167 ആയത്തിലും അള്ളാഹു വിശദീകരിക്കുന്നു. കപടവിശ്വാസികളെയും മുശ്രിക്കുകളെയും സംബന്ധിച്ച് വഗളബുല്ലാഹി അലൈഹിം വലഅനഹും, അള്ളാഹു അവരുടെ മേൽ കോപിക്കുകയും അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സൂറത്തു ഫതഹ് 6 വചനത്തിലും പറഞ്ഞിരിക്കുന്നു. ഒരു സമുദായമെന്ന നിലക്ക് കോപശാപങ്ങളിൽ യഹൂദ സമുദായവും വഴിപിഴവിൽ ക്രിസ്തീയ സമുദായവും മുന്നിട്ടു നിൽക്കുന്നുവെന്നായിരിക്കും മേൽ സൂചിപ്പിച്ച ഹദീസുകളുടെ താൽപര്യം. അല്ലാഹു ആലം. യഹൂദികളെപ്പറ്റി മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി, അള്ളാഹു ശപിക്കുകയും കോപിക്കുകയും ചെയ്തവർ എന്ന് സൂറത്തു മാഇദ 60 വചനത്തിലും ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് അൽ ബഖറ 88 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെപ്പറ്റി ഖദ് ളല്ലൂ മിൻ ഖബ്ലു വഅളല്ലൂ കസീറൻ വളല്ലൂ അൻ സവാഇസ് സബീൽ, അവർ മുമ്പേ വഴിപിഴച്ചിട്ടുണ്ട്, വളരെ ആളുകളെ പിഴപ്പിക്കുകയും ചൊവ്വായ മാർഗം വിട്ട് പിഴക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സൂറത്തു മാഇദ 77 വചനത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകാതെ സത്യമാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോകാതെ അവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രങ്ങളായിത്തീരുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇമാം മുസ്ലിം, നസാഇ റഹിമഹുല്ലാഹ് മുതലായവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമസ്കാരം എനിക്കും എന്റെ അടിയാനുമിടയിൽ 2 പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അടിയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിയാൻ എന്നെ സ്തുതിച്ചു. അവൻ അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിയാൻ എന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞു. അവൻ മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തി. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എനിക്കും എന്റെ അടിയാനുമിടയിലുള്ള കാര്യമാണ്. എന്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അവൻ പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എന്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ അതോട് ചേർന്ന് ആമീൻ ചൊല്ലേണ്ടതുണ്ടെന്നും ഈ പ്രാർത്ഥന സ്വീകരിക്കണമേയെന്നാണ് അതിന്റെ അർത്ഥമെന്നും നാം മുമ്പ് വിശദീകരിച്ചുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചൊല്ലിയിരുന്നതായി അഹ്മദ്, അബൂദാവൂദ്, തുർമുദി റഹിമഹുല്ലാഹ് മുതലായവർ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ തിരുമേനി അത് നീട്ടിച്ചൊല്ലിയിരുന്നതായും മറ്റു ചിലതിൽ ഉറക്കെ ചൊല്ലിയിരുന്നതായും വന്നിരിക്കുന്നു. നമസ്കാരത്തിൽ ഇതൊരു ബലപ്പെട്ട സുന്നത്തുമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞുകൊള്ളണം. കാരണം ഒരാളുടെ ആമീൻ പറയൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന് അവന്റെ മുൻകഴിഞ്ഞ പാപം പൊറുത്തു കൊടുക്കപ്പെടുന്നതാണ്. വേറെയും ഹദീസുകൾ ആമീനെപ്പറ്റി ഉദ്ധരിക്കാനുണ്ട്.